എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യാത്ത എന്തോ ഒരു കുറ്റത്തിന് സകലതും നിങ്ങളുടെ മേൽ പഴിചാരി സകലരും നിങ്ങൾക്ക് വിരോധമായി നിന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, ആ വ്യക്തി പോലും നിങ്ങളെ മാറ്റി നിർത്തി നമ്മളെ കള്ളനെന്ന് വിളിക്കുകയോ അപവാദി എന്ന് വിളിക്കുകയോ ചെയ്ത ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ജീവിതത്തിൽ കൂടെ നിൽക്കേണ്ടുന്ന സകലരും നിങ്ങളെ ഒഴിവാക്കി നിങ്ങൾ തനിച്ചേതെങ്കിലും ഒരു വിഷയത്തെ അഭിമുഖീകരിച്ച ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടതെന്ന് എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ രാവിലെ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, റോമാലേഖനം 8-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, റോമർ 8:31, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ജീവിതത്തിൽ മിക്കവാറും ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് വിശ്വസിക്കാതെ, നമ്മൾ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കാതെ, നമ്മൾ പറയുന്നതിനെ ഗൗനിക്കാതെ, നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ നമുക്കെതിരെ സകലരും പ്രതികൂലമായി നിന്ന ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ, ജീവിത പങ്കാളികൾ, സഹോദരങ്ങൾ, അമ്മയപ്പന്മാർ, ഇവർ പോലും നമ്മളെ തെറ്റിദ്ധരിച്ച ചില ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിനകത്ത് നമ്മൾ നിരപരാധിയായിരിക്കാം. പക്ഷേ ഏതോ ചില കാരണത്താൽ, ഏതോ ചില സാന്ദർഭിക വശങ്ങളാൽ നമ്മൾ ഇവർക്കെല്ലാവർക്കും ശത്രുവായി തീർന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നാളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകേണ്ടി വരുമെങ്കിൽ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സംബന്ധിച്ച് ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പിന്നെ പ്രതികൂലമാരാണ്? കുഞ്ഞെ, നിൻ്റെ മനസ്സറിയുന്നത് ദൈവമാണ്. നിൻ്റെ സാഹചര്യത്തിൻ്റെ അവസ്ഥകളെ, നീ കടന്നുപോയ വഴിത്താരകളെ, നീ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ, വാസ്തവത്തിൽ ചില വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സ് പോലും അറിഞ്ഞതല്ലായിരിക്കാം. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള സംഗതികൾ ഉണ്ടായി എന്ന് വരത്തില്ലായിരിക്കാം. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള എവിഡൻസുകൾ, പ്രൂഫൊന്നും നിങ്ങളുടെ കയ്യിൽ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, മനസാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, കർത്താവിന് ആ സംഗതി അറിയാമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നാലും, ഈ ലോകത്തിലുള്ള സകലരും നിങ്ങളെ കുറ്റവാളിയെന്ന് മുദ്രകുത്തിയാലും, ഈ സകല സംവിധാനങ്ങൾക്ക് നിങ്ങൾക്ക് വിരോധമായിരുന്നാലും, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പിന്നെ പ്രതികൂലം ആരാണ്? ആരെയാണ് നമ്മൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ മക്കളെയാണോ, നമ്മുടെ ജീവിത പങ്കാളികളെയാണോ, നമ്മുടെ സഹോദരങ്ങളെയാണോ, അമ്മയപ്പന്മാരെ? ആരെയാണ് കൂടുതൽ വിശ്വസിപ്പിക്കേണ്ടത്? ചില സംഗതികളുടെ നടുവിൽ വിശ്വസിപ്പിക്കേണ്ടിയത് മനുഷ്യനെയല്ല, മറിച്ച് ദൈവത്തെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് മറനീക്കി പുറത്തു വരും. ഇന്ന് നിങ്ങളെ കള്ളനെന്ന് വിളിച്ച, ഇന്ന് നിങ്ങളെ അപവാദി എന്ന് വിളിച്ച, ഇന്ന് നിങ്ങളെ ദോഷപ്പെടുത്തിയ ആ സംഗതികൾ ഒരു ദിവസം മറനീക്കി പുറത്തു കൊണ്ടുവന്ന് യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്ന് ദൈവം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിൻ്റെ ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കൂ. കാര്യം ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, എവിടെയോ നിങ്ങൾ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ആ സംഗതി, നിങ്ങൾ മനസ്സുകൊണ്ട് പോലും അറിഞ്ഞിട്ടില്ലാത്ത ആ വിഷയത്തിൻ്റെ നടുവിൽ അധികാരികളുടെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, ബന്ധുക്കാരുടെ മുമ്പിൽ, സഭക്കാരുടെ മുമ്പിൽ, ശുശ്രൂഷക്കാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഈ വിഷയത്തിൻ്റെ നടുവിൽ, സഹോദര, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ച് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് ലോകം നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, നിങ്ങളുടെ സഹപാഠികൾ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, ശുശ്രൂഷകർ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, ജീവിതത്തിൽ നിങ്ങൾ കൂടെ നിൽക്കേണ്ടുന്ന സകല മനുഷ്യരും നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇവരെല്ലാവരും നിനക്ക് വിരോധമായി നിന്ന് സംസാരിക്കുമ്പോൾ നിന്റെ സമീപത്തൊരുത്തൻ നിന്ന് നിന്റെ തോളത്ത് കൈവച്ച് അവൻ നിന്നോട് പറയുന്നു, മക്കളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇവർ ഈ പറയുന്നതിനെല്ലാത്തിനും നിശബ്ദത വരുന്ന ഒരു കാലമുണ്ട്. എല്ലാവരും സംസാരിച്ച് തീർന്നതിന് ശേഷം എറിയാൻ കൊണ്ടുവന്ന കല്ലുകൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിന്റെ നീതിയെ ഞാൻ സൂര്യൻ്റെ ശോഭ പോലെ പുറത്ത് കാണിക്കുന്ന ഒരു ദിവസം വരാനായിട്ട് പോകുന്നു. ദൈവദാസനെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടില്ലാത്ത ആ വിഷയത്തിന് നേരെ സഭക്കാർ, കൂട്ടർ, സമൂഹത്തിലുള്ളവർ, പോര ശുശ്രൂഷകന്മാർ നിങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇത് സംബന്ധിച്ച്, ഏത് സംബന്ധിച്ച്? ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ വിഷയം സംബന്ധിച്ച്
ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പിന്നെ പ്രതികൂലം ആരാണ്? ആരെയാണ് നിങ്ങളെ ഭയക്കുന്നത്? ആരുടെ മുമ്പിലാണ് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നത്? ദൈവം മുമ്പാകെ മാത്രം നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കൂ. നിശ്ചയമായിട്ടും ആ അനുകൂലകനായിരിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ലോകത്തിലുള്ള സകലരും നിങ്ങൾക്ക് വിരോധമായി നിന്നിരുന്നാലും ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നീതിയെ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ പോലെ ഏറ്റവും തേജസ്സുള്ളതായി കാണിക്കുന്ന ഒരു ദിവസം വരാനായിട്ട് പോകുന്നു. പൗലോസ് പറയുന്നു, ഇത് സംബന്ധിച്ച് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടുന്നത് ഏത് സംബന്ധിച്ചാണെന്ന്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ വിഷയം സംബന്ധിച്ച്, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം സംബന്ധിച്ച് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് പ്രതികൂലമായി ആർ നിൽക്കും? ദൈവം സകല പ്രതികൂലങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കാനായിട്ട് പോകുന്നു. സകല വെല്ലുവിളികളെയും നിങ്ങൾക്ക് ജയത്തിൻ്റെ കാരണമാക്കി തീർക്കാൻ പോകുന്നു എന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ച് പറയുന്നു. ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.